ഓക്കെ, നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ബ്ലോക്കുകൾ ഡിസ്കസ് ചെയ്ത് തുടങ്ങാം അല്ലെ. ആദ്യത്തെ ബ്ലോക്ക് എന്താണ്? കമ്മ്യൂണിക്കേഷൻ ആൻഡ് ലാംഗ്വേജ് ആണ് ആദ്യത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത്. സോ ഈ ഒരു ബ്ലോക്കിൽ നമുക്ക് 4 യൂണിറ്റ്സ് ആണ് പഠിക്കാനുള്ളത്. ഇൻട്രൊഡക്ഷൻ ടു കമ്മ്യൂണിക്കേഷൻ, ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, 4 സ്കിൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ഇംഗ്ലീഷ് ആസ് എ ഗ്ലോബൽ ലാംഗ്വേജ്. അപ്പൊ 4 യൂണിറ്റ്സ് ആണ് ഈ ഒരു ബ്ലോക്കിലുള്ളത്. ഇനി സെക്കൻഡ് യൂണിറ്റ്, സെക്കൻഡ് ബ്ലോക്കിൽ ഫസ്റ്റ് യൂണിറ്റ് ലേണിംഗ് ടു ലിസൺ, second unit listening skill and the media, third unit ready to read, print reading and online reading as the fourth unit. The block 3, first unit speaking, audio chats to enhance speaking, third unit the written world, fourth unit conventions of social media writing. ഇനി ലാസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ടെക്നോളജി ആണ്. ഈ ഒരു ബ്ലോക്കിലും നമുക്ക് 4 യൂണിറ്റ്സ് ആണുള്ളത്. എവല്യൂഷൻ ഓഫ് പ്രിന്റിംഗ് ആൻഡ് ലാംഗ്വേജ് ടെക്നോളജീസ്, ദ ഇന്റർസെക്ഷൻ ഓഫ് ലാംഗ്വേജ് ആൻഡ് ടെക്നോളജി, തേർഡ് യൂണിറ്റ് ഇസ് authenticity, linguistic errors, laws and misuse in social media, and fourth unit is best practices in social media. So ഇത്രയും 4 യൂണിറ്റ്സ് ബ്ലോക്കുകളാണ് നമുക്കുള്ളത്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസറിലോട്ട് പോവാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ വേർബൽ ആൻഡ് നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് പ്രൊവൈഡ് എക്സാമ്പിൾസ് എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ എന്താ കമ്മ്യൂണിക്കേഷൻ? അതൊന്ന് പറഞ്ഞേ ആദ്യം. പറയൂ, എന്താണ് കമ്മ്യൂണിക്കേഷൻ? Communication is the process of sharing informations. Information ഷെയർ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഹ്യൂമൻ കമ്മ്യൂണിക്കേഷന് എത്ര തരത്തിലുണ്ട്? 2 തരത്തിലുള്ള ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻസ് ആണ് ഉള്ളത്. ഏതൊക്കെയാണ് 2 ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻസ്? വേർബൽ ആൻഡ് നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ എന്താണ് വേർബൽ കമ്മ്യൂണിക്കേഷൻ? Verbal communication is exchanging information using words. Words യൂസ് ചെയ്തുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഇൻഫോർമേഷൻസ് എക്സ്ചേഞ്ച് ചെയ്യുന്നതാണ് നമ്മൾ എന്ത് പറയുന്നത്? വേർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദ വേർബൽ കമ്മ്യൂണിക്കേഷൻ ഇസ് റിലീസ് ഓൺ വേർഡ്സ്, വോയിസസ് ഓർ ലെറ്റേഴ്സ്. വോയിസസിലൂടെ, വേർഡ്സിലൂടെ, ലെറ്റേഴ്സിലൂടെ എന്ത് ചെയ്യാം, നമുക്ക് വേർബൽ കമ്മ്യൂണിക്കേഷൻ നടത്താം. അപ്പോൾ എന്താണ് നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ? നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ദ എക്സ്ചേഞ്ച് ഓഫ് ഇൻഫോർമേഷൻ ത്രൂ നോൺ ലിംഗ്വിസ്റ്റിക്സ് മീൻസ്. അതായത് വേർഡ്സിലൂടെ അല്ലാതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വേർഡ്സിലൂടെ അല്ലാതെ പിന്നെ നമ്മൾ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക? അറിയോ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം വേർഡ്സിലൂടെ അല്ലാതെ? അതായത് നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസിലൂടെ, ജസ്റ്റേഴ്സിലൂടെ, ബോഡി പോസ്റ്റേഴ്സിലൂടെ ഒക്കെ എന്ത് ചെയ്യാം, നമുക്ക് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണല്ലേ. നമുക്ക് ബോഡി പോസ്റ്റേഴ്സിലൂടെ അല്ലെങ്കിൽ ജസ്റ്റേഴ്സിലൂടെ, ആംഗ്യങ്ങളിലൂടെ ഒക്കെ എന്ത് ചെയ്യാം, നമുക്ക് ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. വെർബലി തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ള ആവശ്യമില്ല. സോ അതാണ് നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി നോൺ വേർബൽ ആൻഡ് വേർബൽ കമ്മ്യൂണിക്കേഷന് ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? പറയൂ, എന്താ നോൺ വേർബൽ കമ്മ്യൂണിക്കേഷനും വേർബൽ കമ്മ്യൂണിക്കേഷനും ഒരു എക്സാമ്പിൾ പറയാൻ പറഞ്ഞാൽ എന്തായിരിക്കും നിങ്ങൾ പറയാ? ഇപ്പോ നോക്കൂ, ജീന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടി, ഒരു എക്സാമ്പിൾ ആണ് പറയുന്നത്. ജീന എന്ന് പറഞ്ഞിട്ടുള്ള പെൺകുട്ടി അമ്മയോട് പറയാണ്, ഞാൻ ഇന്ന് കുറച്ച് നേരത്തെ പോകുമെന്ന് പറയാണ്. അപ്പോ ജീന എന്താണ് ചെയ്തിട്ടുള്ളത്? അത് വേർഡ്സിലൂടെയാണ് അമ്മയോട് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ അതെന്താണ്? ഒരു വേർബൽ കമ്മ്യൂണിക്കേഷൻ ആണ്. സോ അപ്പോ പകരം അമ്മ മറുപടി ആയിട്ട് എന്ത് പറയാണ്? പറയുന്നതിന് പകരം അമ്മ യെസ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നു? തലയൊന്ന് നോഡ് ചെയ്യുന്നു. അപ്പൊ എന്താണ്? അത് നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ ആണ്. എങ്ങനെയാണ്? അമ്മ ജസ്റ്റേഴ്സിലൂടെയാണ് മകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ മനസ്സിലായില്ലേ എന്താണ് നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് വേർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന്? ഓക്കെ ആണോ?